വെൽക്കം ടു ദ റോയൽ ഫുഡ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചാൽ ഇതാ കണ്ടോ, മോര് കണ്ടോ, നല്ല പച്ച മോരും പിന്നെ ഇതാ നമ്മുടെ പണ്ടൊക്കെ വാഴയിലയിൽ പൊതിഞ്ഞൊരു നാരങ്ങയായിരുന്നു ഇത്. അച്ചാറാണ്, നാരങ്ങയിൽ മറ്റേ വാഴയിലയിൽ പൊതിഞ്ഞ് ഇതുപോലെ പേപ്പർ ചുറ്റി വരും. ഇപ്പോഴേ ഇത് കവറാക്കി, നേരത്തേക്ക് വാഴയില പോലെ ചുറ്റി അതിലാണ് വരുന്നത്. അപ്പോൾ ഇതും നമ്മുടെ മോര്, ഇഞ്ചി, കാന്താരി ഇതൊക്കെ വെച്ചിട്ട് ഒരു കുടിക്കാനുള്ള ഡ്രിങ്ക് ഉണ്ടാക്കി നോക്കാൻ പോവുകയാണ്. ടേസ്റ്റ് എങ്ങനെ ഉണ്ടാവും എന്ന് അറിയാൻ പറ്റില്ല. പക്ഷേ ഞാൻ മാങ്ങയിട്ട് കുടിച്ചിട്ടുണ്ട്, നാരങ്ങ ഇട്ട് ഇതുവരെ ടേസ്റ്റ് നോക്കിയിട്ടില്ല. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ടത് നമുക്ക് മോര്, ഇഞ്ചി, ഒരു പൊതി നാരങ്ങയുണ്ട്, പിന്നെ കാന്താരി ഉണ്ട്, പിന്നെ ലാസ്റ്റ് ഒരു സാധനം കൂടെ കാണിക്കാം. നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ, അതായത് കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വീഡിയോയിൽ കാണിച്ച ഒരു ലൂബിക്ക, അതായത് ലൗലോലിക്ക എന്ന് പറയും, അതും കൂടെ ഉണ്ട്. അതും കൂടെ നമുക്ക് ഇതിനോട് ചേർക്കണം, അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ആദ്യം ഇഞ്ചി ഒന്ന് ക്ലീൻ ചെയ്ത് കുറച്ചെടുക്കാം. ഇത്രയും മതിയാവും. ഇതിന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ചെറുതായിട്ട് അരിയാൻ പാടും. നമുക്ക് സ്പൂണിട്ട് ചതച്ചുവിടാം. ഒരു കാന്താരി മതി. നമ്മൾ നാരങ്ങയൊക്കെ ചേർക്കുന്നുണ്ട്, ഒരു കാന്താരി മതി. അതും ഒന്ന് ചതച്ച് വേണം. അപ്പോൾ ഇതിനെ നമുക്ക് കോരി ഇതിലിടാം. ഇനി നമുക്ക് വേണ്ടത് ഈ അച്ചാർ. ഇപ്പോഴിത് കിട്ടാൻ കുറവാണ് ഈ നാരങ്ങ, അതായത് ഇങ്ങനെ പൊതിഞ്ഞ് വരുന്നത്. മറ്റേ വേറെ ഒരു ഐറ്റമാണ് കിട്ടുന്നത്. ഇത് ഞാൻ കണ്ടപ്പോഴേക്കും വാങ്ങിച്ചതാണ്. ഉണ്ടോ, ഇതിൽ കറക്റ്റ് നാരങ്ങയുടെ ഒരു പീസൊക്കെ ഉണ്ടാവും. അതിൽ മൊത്തം പേസ്റ്റ് പോലെ ഇരിക്കും. ഉണ്ടോ നാരങ്ങ. ഉണ്ടല്ലോ നാരങ്ങ. ഇത്രയും ഒരു ഇതിൽ കളയാം ലാസ്റ്റ്. ഇനി നമുക്ക് വേണ്ടത് മോര്. കുറച്ച് ഒഴിച്ചാൽ മതി. ഇനി വേണ്ടത് ഉപ്പ്, ഇത്രയും. ഇനി വേണ്ടത് വെള്ളം ഒരു ആവശ്യത്തിന്. നാരങ്ങയുടെ ഇത് ഫുള്ളായിട്ട് കലങ്ങി റെഡിയാണ്. നാരങ്ങ ഫുള്ളും കലങ്ങി സെറ്റ്. ആ പീസ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ലൗലോലിക്ക, ഒരു 4 ലൗലോലിക്ക കൂടെ അതിൻ്റെ കൂടെ കടിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും. ഉണ്ടോ,
അപ്പോഴേ സാധനം ഒറ്റയടിക്കാൻ ഞാൻ കുടിച്ച് ചെയ്ത് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഒന്നും ബാക്കിയില്ല. അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി, അതുകൊണ്ടാണ്, സോറി. അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരും. ഇതുപോലെയല്ല കുറച്ചുകൂടെ നന്നായിട്ട് നല്ല രീതിയിൽ ചെയ്യാൻ നോക്കാം. എന്തെങ്കിലും കമൻ്റ് ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക. അപ്പോൾ ബൈ.